Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ തൃക്കരിപ്പൂരിന്റെ ജനപ്രതിനിധിയായി തുടരാൻ സന്ദീപ് വാര്യർക്കാവുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സന്ദീപ് വാര്യർ MLAയുടെ തൃക്കരിപ്പൂർ മണ്ഡലം ഓഫീസ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജനങ്ങളെ സ്നേഹിക്കാൻ പരമാവധി പഠിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയാണ് കാസർഗോഡിന്റെ വികസനത്തെക്കുറിച്ച് ആദ്യമായി ഒരു കമ്മിറ്റി വെച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഈ കാസർഗോഡ്. രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റ് ആ നിവേദനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു, ഈ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം എന്ന്. അങ്ങനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന പ്രഭാകരനെ ഒരു ഏകാംഗ കമ്മീഷനായി വെച്ചു. ആ ഏകാംഗ കമ്മീഷൻ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തു. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. മുഹമ്മദ് റാഫി, നീലേശ്വരം നഗരസഭ അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, ഈസ്റ്റ് എളരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി, വലിയപുറം പഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TC റഹ്മാൻ, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കോംപ്ലക്സിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3ാം ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനം ആചരിച്ചു. ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി പിലാക്കൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ നേതാവ്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനമാണ്. 2023 ഉമ്മൻചാണ്ടി രോഗബാധിതനായി ചികിത്സയിലാവുകയും തുടർന്ന് ബാംഗ്ലൂരിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ആ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് DCC സെക്രട്ടറി MK രാജൻ, A. രൂപേഷ്, P. മോഹനൻ, അത്തായി പത്മിനി, കൃഷ്ണൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ, ദാമോദരൻ നമ്പൂതിരി, KV സ്നേഹജൻ, കൗൺസിലർമാരായ ദിനൂപ്, ഷെരീഫ്, രാജഗോപാലൻ, രാജേഷ് അക്കാളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർക്കിടക മാസമായാൽ അച്ഛൻ വാങ്ങി നൽകിയ രാമായണം നിറഞ്ഞ ഭക്തിയോടെ ഇന്നും വായിക്കും പയ്യന്നൂരിലെ കളരിവളപ്പിൽ ദേവിയമ്മ. 74 വർഷം മുമ്പ് ഒരു കർക്കിടക സന്ധ്യയിൽ അച്ഛൻ പകർന്നു നൽകിയ ആ ഓർമ്മകളുടെ പുതുമ ഒട്ടും ചോരാതെ ദേവിയമ്മയുടെ കൈകളിൽ ഇപ്പോഴും ഭദ്രമാണ്.
ലോകപതിയാകാതി യാഗം ദീക്ഷിച്ചുവാനതുകാലം അശ്വമേധേന ആന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകേന അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടകർമ്മം ഋഷി ശൃംഗനാൽ ചെയ്യപ്പെട്ടു. ഇന്ന് കർക്കിടകം 2 രാമായണ മാസം. കാലം ഒരുപാട് മാറി, തലമുറകൾ പലതും കഴിഞ്ഞു. ആളുകളുടെ ചിന്തകളും ജീവിത രീതികളും പുതിയ വഴികൾ തേടിപ്പോയി. പക്ഷേ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് റോഡിലെ കളരിവളപ്പിൽ ദേവിയമ്മയുടെ വീട്ടിൽ മാത്രം ഒരു 74 വർഷത്തെ കർക്കിടക മാസത്തെ രാമായണത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. ദേവിയമ്മയ്ക്ക് 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു. പഠനം അവസാനിച്ച ആ ദിവസങ്ങളിൽ മകളുടെ സങ്കടം മാറ്റാൻ അച്ഛൻ ഉദിനൂക്കാരൻ കോരൻ ഒരു കർക്കിടക സന്ധ്യയ്ക്കാണ് ഈ പുസ്തകം കൈകളിൽ ഏൽപ്പിക്കുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ ആ രാമായണവും കൃഷ്ണപ്പാട്ടുമായിരുന്നു പിന്നീട് ദേവിയമ്മയുടെ ലോകം. ഇത് ഞാൻ ചെറുപ്പത്തിലേ അത്രേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു ഈ പുസ്തകം ഒന്ന് കേൾക്കണമായിരുന്നു എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തപ്പി വായിച്ചപ്പം വായിക്കുമ്പോൾ തന്നെ അത് ശരിക്കും ഇപ്പം നല്ലതായിട്ട് വായിക്കാൻ എനിക്കാവുന്നില്ലല്ലോ. അങ്ങനെ വായിച്ചു അത്ര തന്നെ. അത് ഈ ഇപ്പം ഇടക്കാലം കുഞ്ഞുങ്ങളെല്ലാം പ്രസവിക്കുമ്പോൾ ഒന്നും വായിക്കൂല. പിന്നെ ഒഴിവ് ഇപ്പം കുറേ കാലം കുഞ്ഞുങ്ങൾ വളർന്നില്ലേ, വിടാണ്ട് വായിക്കും. കൃഷ്ണപാട്ടും വായിക്കും. കൃഷ്ണപാട്ട് വായിക്കാൻ വിഷമില്ല, അത് വേഗം വായിക്കാൻ കിട്ടും. ഇത് ലേശം ഒരക്ഷരം തെറ്റിയാൽ പിന്നെ കിട്ടൂല, തപ്പി പോവും. താളുകൾ കീറിത്തുടങ്ങി, അക്ഷരങ്ങൾ പലതും മാഞ്ഞുപോയി. പുതിയൊരു പുസ്തകം വാങ്ങിത്തരാമെന്ന് മക്കൾ പലവട്ടം പറഞ്ഞിട്ടും ദേവിയമ്മ സമ്മതിച്ചില്ല. കാരണം അവർക്കറിയാം പുതിയ താളുകളിൽ ഈ പഴയ പുസ്തകത്തിന്റെ മണമോ അച്ഛന്റെ സ്നേഹത്തിന്റെ സ്പർശമോ ഉണ്ടാവില്ലെന്ന്. അച്ഛൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ 10 വയസ്സില്ലേലും വാങ്ങിത്തന്നാണ്. എനിക്കിപ്പോൾ 84 വയസ്സായി. 74 കൊല്ലമായി ഈ പുസ്തകം കൊണ്ട് ഞാൻ പൂജിക്കുന്നു. പുസ്തകം മാറ്റിയിട്ടില്ല. ഇത് ചെറിയ അക്ഷരമല്ലേ, നോക്കടാ കുഞ്ഞി നോക്ക്. അത് ഇന്നും ഉണ്ടത്രേ. കൃഷ്ണപാട്ടും വായിക്കും. കർക്കിടം മുഴുവനും ഇത് വായിക്കും. ചിങ്ങമാസം പറഞ്ഞാൽ പിന്നെ ചിങ്ങം 1 കൃഷ്ണപാട്ട് വായിക്കും. പിന്നെ ഈ 2 എടുത്തിട്ട് മെല്ലെ നല്ല ബന്ധസിലായിട്ട് പെട്ടിയിലാടെ വെച്ച് പൂട്ടും. ഇല്ല, മാറ്റിയിട്ടില്ല, ഇതുവരെ മാറ്റിയിട്ടില്ല. നീണ്ട 56 വർഷം. അച്ഛൻ മരിക്കുന്നതുവരെ ദേവിയമ്മ ആ രാമായണം അച്ഛനെ വായിച്ചു കേൾപ്പിച്ചു. പിന്നീട് കേൾവിക്കാരനായി ഭർത്താവ് അക്കരക്കാരൻ നാരായണനെത്തി. ഇന്ന് അവരെല്ലാം ഓർമ്മയായപ്പോഴും പയ്യന്നൂരിലെ ഈ സന്ധ്യകളിൽ ദേവിയമ്മയുടെ വായന കേൾക്കാൻ മക്കളും പേരക്കുട്ടികളും കാതോർത്തിരിക്കുന്നു. ചില പുസ്തകങ്ങൾ വെറും കടലാസുകളല്ല, അവ സ്നേഹത്തിന്റെ, ഓർമ്മകളുടെ ജീവനുള്ള സ്മാരകങ്ങളാണ്. 74 വർഷത്തിന്റെ ഈ പുണ്യം ദേവിയമ്മയുടെ കൈകളിൽ ഇനിയും ഭദ്രമായിരിക്കും. അക്ഷരങ്ങളിലെ ആ അച്ഛന്റെ സ്നേഹത്തോടൊപ്പം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി 74 വർഷത്തെ പഴക്കമുള്ള ആ പുസ്തകത്താളുകൾ മറിച്ച് വായന തുടരുകയാണ് ദേവിയമ്മ ഇന്നും ഒരു ചെറു പുഞ്ചിരിയോടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം. ചീമേനി ആണവ നിലയം വീണ്ടും ചർച്ചയാകുന്നു. ചർച്ചയ്ക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളായും തയ്യാറാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പ്രസ്താവിച്ചപ്പോൾ അതിശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. ചീമേനിയിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുവാൻ സാധിക്കുമെന്ന മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രസ്താവനയോടെ ചീമേനി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. 2000 ഏക്കറാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത്. ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനെ കേന്ദ്ര സർക്കാരും പിന്തുണയ്ക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് യുറേനിയം ലഭ്യമാക്കാനുള്ള കരാറിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇന്ത്യ ഒപ്പുവെച്ചതെന്നും ശ്രദ്ധേയമാണ്. നേരത്തെയും ഇവിടെ താപവൈദ്യുതി നിലയം സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും തോറിയം അധിഷ്ഠിത വൈദ്യുതി ഉൽപാദനവും പരിശോധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
പയ്യന്നൂരിലെ CPM-നെ തകർക്കാൻ ശക്തിയുള്ളയാളല്ല താനെന്നും പാർട്ടിയെ തകർക്കുന്നത് അതിനകത്ത് തന്നെയുള്ളവർ തന്നെയാണെന്നും ടി പുരുഷോത്തമൻ പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ടി പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കഴിവില്ലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ല ഇതുവരെ. കാരണം ടി പുരുഷോത്തമൻ ഇങ്ങനെ ഒരു പാർട്ടിയെ തകർക്കാൻ LDF-നെ തകർക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ അതൊരു ഭയങ്കരമായ വിലയിരുത്തലാണ്. കാരണം അതെന്തോ ഒരു സ്വഭാവമില്ലാതെ അങ്ങനെ പറയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റൂല. പിന്നെ പയ്യന്നൂർ CPM-നെ തകർക്കാൻ എൻ്റെ ഒരു ജീവിത ലക്ഷ്യമെന്നാണ് മധു ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം എനിക്കുണ്ടായിട്ട് കാര്യമില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഈ CPM-നെ തകർക്കുന്നത് അവർ തന്നെയാണ്. CPM ഇപ്പോൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മധുവിനും ബാക്കിയുള്ളവർക്കുമാണ്. പിന്നെ എനിക്ക് വലിയ പട്ടങ്ങളൊക്കെ ചാർജ് തന്നിട്ടുണ്ട്. ആ പട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വഗുരു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നല്ല തന്നെയാണത്. കാരണം വിശ്വഗുരു ആവാൻ പറ്റുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ആളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ തോറ്റ MLA അങ്ങനെ എന്നെ പറയുന്നതെങ്കിൽ വളരെ നല്ലതല്ലേ, നല്ലതാണത്. അപ്പോൾ അത് വലിയൊരു അഭിനന്ദനമാണ്. കാരണം ഇത് ഇപ്പോൾ ഈ കാലത്താണ് ഈ വിശ്വഗുരു എന്നുള്ള പ്രയോഗം വന്നത്. നേരത്തെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചെമ്മീൻ ഗാന്ധി എന്നാണ്. ചെമ്മീൻ ഗാന്ധി എന്നാണ് ഹക്കീമിൻ്റെ സമരം നടക്കുന്ന സമയത്ത് ചെമ്മീൻ ഗാന്ധി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു ദിവസം മലയാള മനോരമേൻ്റെ മുമ്പിലൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഇവരുടെ. എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലെ റിയൽ എസ്റ്റേറ്റുകാർക്കെതിരായിട്ട് മനോരമ ഒരു വാർത്ത എഴുതി. ആ മനോരമ വാർത്ത എഴുതിയപ്പോൾ ആ വാർത്തയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഇവർ മാർച്ചും ആളുകളെ ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പിന്നീട് MLA ആയിക്കഴിഞ്ഞ മധുവാണ് അതിൻ്റെ നേതൃത്വം. അന്ന് മധു പ്രസംഗിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഒരപ്പനും കുറേ നായികളും ഗാന്ധി പാർക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ എരപ്പനായിരുന്നു. പിന്നീട് ഞാൻ ഈ പറയുന്ന ചെമ്മീൻ ഗാന്ധിയായി. ഇപ്പോൾ ഞാൻ വിശ്വഗുരുവായി. പിന്നെ അതിൻ്റെ ഒരു മാസ്റ്റർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പി കുഞ്ഞിഷബിൻ്റെ മാസ്റ്റർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പുരുഷോത്തമൻ്റെ എന്നാണ് പറയുന്നത്. വിലയിരുത്തൽ മോശമൊന്നുമല്ല, നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ചീമേനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനന്തമായി നീളുന്നു. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. പൂർത്തിയാക്കാൻ പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് അധികൃതർ. ചീമേനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനന്തമായി നീളുന്നു. M രാജഗോപാലൻ MLA-യുടെ കാലത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. കയ്യൂർ റോഡിൽ 1 ഏക്കർ സ്ഥലത്താണ് നിർമ്മാണം തുടങ്ങിയത്. യാത്രക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്റ്റാൻഡിലേക്ക് കടക്കുന്നതിന് വേണ്ടി ബൈപ്പാസ് റോഡും നിർമ്മിച്ചു. ഇതോടൊപ്പം ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി. ബസ് സ്റ്റാൻഡ് കം വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ 10 കോടിയോളം രൂപ ആവശ്യമാണ്. ഇത് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് അധികൃതർ. ബൈപ്പാസ് റോഡും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്റ്റാൻഡ് വരുന്നതിന് മുൻപേ നിർമ്മിച്ചതും വെറുതെയായി. ചീമേനി ടൗണിൽ സൗകര്യപ്രദമായ ഒരു വിശ്രമ കേന്ദ്രം പോലുമില്ല. പാതി വഴിയിൽ നിലച്ച ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിലക്കയറ്റത്തിൽ പ്രതിസന്ധി നേരിടുമ്പോൾ വയറും മനസ്സും നിറയ്ക്കാൻ മലയാളി കണ്ടെത്തിയ ഒരു മാജിക്കൽ കോംബോയുണ്ട്. പൊറോട്ടയും സാമ്പാറും. പൊറോട്ട ബീഫ് കോംബോയെപ്പറ്റി കവിതകൾ എഴുതുന്നവരും പൊറോട്ട ചിക്കൻ കോംബോയ്ക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരും അറിയാത്ത സാമ്പത്തിക ശാസ്ത്രം ഈ പൊറോട്ട സാമ്പാർ പ്രണയത്തിലുണ്ട്. മലയാളിയുടെ ഹൃദയമിടിപ്പായ പൊറോട്ടയ്ക്ക് കൂട്ടായി പലരും പലതിനെയും പ്രതിഷ്ഠിക്കാറുണ്ട്. പോക്കറ്റ് കാലിയാക്കുന്ന പൊറോട്ടയും ബീഫും, മര്യാദക്കാരുടെ കോംബോയായ പൊറോട്ടയും കടലക്കറിയും, പിന്നെ താൽക്കാലിക ആശ്വാസമായ പൊറോട്ടയും ബാജിയും. എന്നാൽ ഇവയെല്ലാം കീശയുടെ കനം നോക്കി മാത്രം കഴിക്കുമ്പോൾ യാതൊരുവിധ അഹങ്കാരവുമില്ലാതെ ഓർഡർ ചെയ്യുന്ന പൊറോട്ടയുടെ എണ്ണത്തിനനുസരിച്ച് എത്ര സാമ്പാർ വേണമെങ്കിലും സൗജന്യമായി കോരിത്തരുന്ന ഹോട്ടലുകളുമുണ്ട്. ഒരൊറ്റ പൊറോട്ട വാങ്ങി അതിലേക്ക് വലിയ തവിയിൽ നിന്നും സാമ്പാർ ഒഴിച്ചു വാങ്ങിയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ ഒരു ശരാശരി മലയാളിയുടെ ഉച്ചവിശപ്പ്. മൈദ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് ഡയറ്റീഷ്യന്മാർ വിളിച്ചു പറയുമ്പോഴും ഈ കോംബോയെ കൈവിടാൻ സാധാരണക്കാരൻ തയ്യാറല്ല. കാരണം മറ്റൊന്നുമല്ല, സാമ്പാറിലെ പച്ചക്കറികൾ മൈദയുടെ ദോഷങ്ങളെ ബാലൻസ് ചെയ്യുമെന്ന ഒരു അന്താരാഷ്ട്ര തത്വം മലയാളികൾ പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, സാമ്പാറിന്റെ വില എപ്പോഴും സൗജന്യ ലിസ്റ്റിലായതുകൊണ്ട് എത്ര വാങ്ങിയാലും ആരും ബില്ല് ചോദിക്കില്ല എന്നൊരു മനഃശാസ്ത്രപരമായ ആശ്വാസവുമുണ്ട്. ബീഫും ചിക്കനും കഴിക്കാൻ പോക്കറ്റിൽ അത്യാവശ്യം പൈസ വേണം. പക്ഷേ 10-15 രൂപയുണ്ടെങ്കിൽ ഒരു പൊറോട്ട വയറു നിറയെ സാമ്പാറും കൂട്ടി കഴിക്കാം. ഇതിലും വലിയൊരു ആഡംബരം ഈ വിലക്കയറ്റക്കാലത്ത് വേറെ എന്തുണ്ടെന്നാണ് പലരുടെയും ചോദ്യം. പൊറോട്ടയും സാമ്പാറും ഇന്ന് വളരെ രുചികരമായ ഒരു ഭക്ഷണ കോമ്പിനേഷനാണ്. മലയാളിയുടെ മനസ്സിൽ
എന്നും നിറഞ്ഞു നിൽക്കുന്ന സാമ്പാർ എന്ന കറി എല്ലാവരുടെയും നാവിൽ രുചിയേറുന്ന ഒരു വിഭവമാണ്. അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ ആയാൽ ഏറെ സ്വാദിഷ്ടമായിരിക്കും എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. വെറും ഒരു വിശപ്പകറ്റൽ മാത്രമല്ല ഈ കോംബോ. കോളേജ് ലൈഫിൽ പൈസയില്ലാതെ കയ്യിലിരുന്ന 10 രൂപ നോട്ട് ഷെയറിട്ട് ഒരു പ്ലേറ്റ് പൊറോട്ടയും സാമ്പാറും വാങ്ങി 4 പേർ പങ്കിട്ട് കഴിച്ച സൗഹൃദത്തിന്റെ ഓർമ്മകളുണ്ട് ഇതിൽ. ആദ്യമായി നഗരത്തിൽ ജോലിക്കെത്തി ശമ്പളം കിട്ടാത്ത ആദ്യ മാസങ്ങളിൽ വിശപ്പിനെ തോൽപ്പിച്ച ബാച്ചിലർമാരുടെ അതിജീവനത്തിന്റെ കഥയുമുണ്ട്. ചുരുക്കത്തിൽ ഹോട്ടലിലെ AC റൂമിലിരുന്ന് മെനു കാർഡിലെ വില നോക്കി നെഞ്ചു പിടക്കുന്നവന് മുന്നിൽ റോഡരികിലെ തട്ടുകടയിൽ നിന്ന് ചുട്ടുപഴുത്ത പൊറോട്ടയിലേക്ക് ചൂടുള്ള സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന സാധാരണക്കാരൻ തന്നെയാണ് ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ രാജാവ്. കീശ ചോരാതെ മനസ്സ് നിറയ്ക്കുന്ന ഈ കോംബോ ഇനിയും തലമുറകളോളം മലയാളിയുടെ വിശപ്പടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പൂരക്കളി, മറത്തുകളി അനുഷ്ഠാന കലയെ ജനകീയമാക്കി ഏവർക്കും ആസ്വദിക്കാൻ പാകത്തിലുള്ള കലയാക്കി പുതുതലമുറയിലേക്ക് പകർത്തിയ കലാകാരനായിരുന്നു വലിയ പറമ്പ് KV പൊക്കൻ പണിക്കരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ക്ലാൻഡും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KV പൊക്കൻ പണിക്കർ സ്മാരക സമിതിയും ഫോക്ക്ലാൻഡും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വ്യാകരണം എഴുതി ഉണ്ടാക്കിയ പാണിനി മഹർഷി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ വിദ്യാലയത്തിൽ ഇല്ലാത്ത ആധികാരം എന്ന് പറയുന്ന പാഠം. അപ്പോൾ പഠിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടെങ്കിൽ, അതിൻ്റെ അഭിവാദ്യമുണ്ടെങ്കിൽ, പഠിക്കുവാനുള്ള ക്യൂരിയസുമാണെങ്കിൽ നമുക്ക് വളരെ വലിയ നേരം എത്തിച്ചേരുന്നത്. ഇവിടെയും ആധികാരം പോലെ അല്ലെങ്കിൽ പഴയ കാലത്തെ സംസ്കൃത വ്യാകരണത്തിൻ്റെ ഭാഷാ പണ്ഡിതനായ പാണിനി മഹർഷി പോലെയാണ്. കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചന്തേരൻ നാരായണൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പ്രഥമ KV പൊക്കൻ പണിക്കർ സ്മാരക പുരസ്കാരം മാതമംഗലം കുമാരൻ പണിക്കർക്ക് MP സമ്മാനിച്ചു. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. കാടങ്കോട് കുഞ്ഞികൃഷ്ണൻ പണിക്കർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. P ദാമോദരൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പിലാക്കൽ അശോകൻ പണിക്കർ, മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ, തമ്പാൻ കീനേരി, KV വിജയൻ, K ബാലൻ, PP രാഘവൻ പണിക്കർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ പണിക്കർ, OV രത്നാകരൻ പണിക്കർ, PP ഗംഗാധരൻ പണിക്കർ, PP രാഘവൻ പണിക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം കാമൻപാട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ ബിഗ് സ്ക്രീൻ ഒരുക്കി പയ്യന്നൂർ നഗരസഭ. പഴയ ബസ് സ്റ്റാൻഡിലെ ഷേണായി സ്ക്വയറിൽ ഒരുക്കുന്ന ബിഗ് സ്ക്രീനിൽ 100 കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് കളി കാണാൻ സൗകര്യമുണ്ടാകും. നഗരസഭാ പരിധിയിലെ ഏറ്റവും വിപുലമായ സൗകര്യമാണ് ഷേണായി സ്ക്വയറിൽ ഒരുക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അറിയിച്ചു. പയ്യന്നൂർ നഗരസഭ ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഫൈനൽ ഒരു വലിയ LED സ്ക്രീനിൽ പയ്യന്നൂരിലെ കായിക പ്രേമികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയാണ്. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ വരുന്ന ഞായറാഴ്ച രാത്രി, അതായത് തിങ്കളാഴ്ച പുലർച്ചെയാണ് ഫൈനൽ മത്സരം. 12:30ക്കാണ് ഫൈനൽ മത്സരം. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ 200 അടിയുള്ള വലിയ LED സ്ക്രീൻ നഗരസഭ തയ്യാറാക്കിയിട്ടുണ്ട്. മഴയുടെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ പന്തലെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ മത്സരം ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്ക് ചാനലിലെ പ്രിയപ്പെട്ട മുഴുവൻ പ്രേക്ഷകരും ഈ കളി കാണാൻ പയ്യന്നൂർ ടൗൺ സ്ക്വയറിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു കട്ടനെല്ലാം കുടിച്ച് നമുക്ക് ഈ ലോക ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ അവസാന ഫൈനൽ മത്സരത്തിന് നമുക്കെല്ലാം ഒരുമിച്ച് പങ്കെടുക്കാം. നമ്മുടെ കൂടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ഈസ്റ്റ് ബംഗാളിൻ്റെ ക്യാപ്റ്റനുമായിരുന്ന സുരേഷ് ഈ മത്സരത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ ISLൻ്റെ താരം ആസിഫ് കോട്ടയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സന്തോഷ് ട്രോഫി താരങ്ങളായിട്ടുള്ള പ്രവീൺ കുമാറും നജേഷും അന്ന് പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ വെച്ചിട്ടാണ് അവരും ഈ ഫുട്ബോൾ ഫൈനലിലെ മാമാങ്കം കാണാൻ വേണ്ടി വരുന്നത്. നമ്മുടെ പയ്യന്നൂരുകാരൻ കൂടിയായിട്ടുള്ള പ്രതീഷ്, അദ്ദേഹം ഗോവ FCയുടെ കളിക്കാരനാണ്, അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളും ഫുട്ബോൾ സംഘാടകരും കോച്ചുമാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ
മേളയായി നമുക്ക് ഈ ഫുട്ബോൾ ഫൈനൽ മത്സരം മാറ്റാൻ സാധിക്കുന്നതാണ്. മുഴുവൻ പേരെയും ഈ ഫൈനൽ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരുഷാധിപത്യം പുലർത്തുന്ന ജ്യോതിഷ മേഖലയിലേക്ക് കടന്നുവന്ന് ശ്രദ്ധേയയാവുകയാണ് കൊടക്കാട് കളത്തേര സ്വദേശിനി അനുജ എം. പാരമ്പര്യത്തിന്റെ പിൻബലമില്ലാതെ സ്വന്തം താൽപര്യവും കഠിനാധ്വാനവും കൊണ്ട് ഈ രംഗത്ത് ചുവടുറപ്പിച്ച അനുജയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും നമുക്കിടയിലുണ്ടാകാം. എങ്കിലും നമ്മുടെ നാട്ടിൽ ജ്യോതിഷികൾക്ക് കുറവൊന്നുമില്ല. എന്നാൽ ഈ മേഖലയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ പ്രശസ്തരും അല്ലാത്തവരുമായ ജ്യോതിഷികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം തീരെയില്ല എന്ന് തന്നെ പറയാം. ഈ അപൂർവതയിലാണ് കൊടക്കാട് കളത്തേരയിലെ അനുജ എന്ന യുവതി ശ്രദ്ധ നേടുന്നത്. എംകോം ബിരുദം നേടിയ ശേഷമാണ് അനുജ ജ്യോതിഷ രംഗത്തേക്ക് പൂർണ്ണമായും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയോട് തോന്നിയ അടുപ്പമാണ് അനുജയെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ 8 വർഷമായിട്ട് ഇപ്പോൾ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ജ്യോതിഷ ഭൂഷണം എന്നുള്ള കോഴ്സിനാണ് ഞാൻ ചേർന്നത്. കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീലക്ഷ്മി ജ്യോതിഷാലയത്തിൻ്റെ കീഴിലാണ് പഠിച്ചത്. അപ്പോൾ ഗുരുനാഥൻ നേരിട്ട് വന്ന് നമുക്ക് കണ്ണൂർ ക്ലാസ് തരുമായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാരതീയ ജ്യോതിഷ വിദ്യാലയത്തിൻ്റെ കീഴിൽ പ്രശ്നം പഠിച്ചു. പഠനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് അനുജയെ ജ്യോതിഷരത്നം കോഴ്സ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. തുടർന്ന് ജ്യോതിഷ ആചാര്യയായ ശേഷമാണ് തിരുവനന്തപുരത്തെ ഭാരതീയ ജ്യോതിഷാലയത്തിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കിയത്. ഇന്ന് തഴക്കം വന്ന ഒരു ജ്യോതിഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യാൻ ഈ യുവതിക്ക് സാധിക്കുന്നുണ്ട്. പാരമ്പര്യമായി ഈ തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നല്ല അനുജ ഈ രംഗത്തേക്ക് എത്തിയത് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നു. സ്ത്രീകൾ പൊതുവെ കടന്നു ചെല്ലാത്ത ജ്യോതിഷ മേഖലയിൽ തന്റേതായ ഇടം കണ്ടെത്തി മുന്നേറുന്ന അനുജ ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും വലിയൊരു പ്രചോദനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പുതുതായി സ്ഥാപിച്ച 60 ടൺ ശേഷിയുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടിയ വേബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പുതുതായി സ്ഥാപിച്ച 60 ടൺ ശേഷിയുള്ള ആധുനിക സംവിധാനങ്ങളോടുകൂടിയ വേബ്രിഡ്ജിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ്. ദേശീയപാതയോരത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള വേ ബ്രിഡ്ജ് ഇവിടെ നമ്മുടെ സൊസൈറ്റിക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള വെയിങ് മെഷീൻ ആവശ്യമാണെന്ന് നമുക്കറിയാം. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി സുധാകരൻ, വാർഡ് കൗൺസിലർ കെ വി ജ്യോതി, ഇ ഭാസ്കരൻ, കെ പി പ്രകാശൻ, പി വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബാങ്ക് ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും സംയുക്ത വേദിയായ ജോയിന്റ് ഫോറം ഓഫ് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും ധർണയും നടത്തി. ബാങ്ക് ദേശസാൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക, പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, വിരമിച്ച ജീവനക്കാരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, കരാർവൽക്കരണം അവസാനിപ്പിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാരാചരണം സംഘടിപ്പിച്ചത്. വാരാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും സംയുക്ത വേദിയായ ജോയിന്റ് ഫോറം ഓഫ് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസ് കേരളയുടെ ആഭിമുഖ്യത്തിലാണ് പയ്യന്നൂരിൽ പ്രകടനവും ധർണയും നടത്തിയത്. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ പയ്യന്നൂർ ടൗൺ കമ്മിറ്റി സെക്രട്ടറി ഇ കെ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഓരോ ദിവസവും സൂര്യാസ്തമയം കാണാൻ പറ്റാത്ത അവസ്ഥയും അതുപോലെ തന്നെ തന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുകയോ അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുകയോ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴേ അതിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് ബാങ്ക് ജീവനക്കാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാള് ബാങ്കിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടുന്ന പെൻഷൻ എത്രയാണോ അതാണ് അയാൾ മരിക്കുന്നത് വരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കെ പി സേതുമാധവൻ, സുരേഷ്, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
രാമന്തളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ആരംഭിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയും ലൈബ്രറി ഉദ്ഘാടനവും നിർവഹിച്ചു. രാമന്തളി മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടി സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ആരംഭിച്ചത്. PK രാമചന്ദ്രനിൽ നിന്ന് പുസ്തകങ്ങളും അലമാരയും ഏറ്റുവാങ്ങി വി കുഞ്ഞികൃഷ്ണൻ MLA ലൈബ്രറിയുടെയും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാട്ടിൽ ജനങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റി വെളിച്ചപ്പെടുത്തുന്നതാണ് വായന. എല്ലാവർക്കും പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കാൻ സാധിക്കില്ല. DCC സെക്രട്ടറി രജിത്ത് നാറാത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് KM തമ്പാൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ, PV സുരേന്ദ്രൻ, PP നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധനർക്കുള്ള കിറ്റ് വിതരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭാരതീയ ചികിത്സാ വകുപ്പ് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് PHC ആയുർവേദം സംയുക്തമായി കാര്യപ്പള്ളി വൈസ്മാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആയുഷ് PHC ആയുർവേദം സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാര്യപ്പള്ളി വൈസ്മാൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന് മുൻപ് തന്നെ ഏറെ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അപ്പോൾ ഒരു രോഗം വരുമ്പോൾ അതിനുള്ള ഒരു ചികിത്സ എന്നതിലുപരിയായി രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിനും നമ്മളെ പഠിപ്പിക്കുന്നതിനുമുള്ള ഒരു ജീവിതചര്യ തന്നെയാണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത്. ഡോക്ടർ P റെജീന, വാർഡ് മെമ്പർ KV സന്ധ്യ, സാജു ആന്റണി, ചന്ദ്രവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ Y ശ്രുതി ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മൂശാരിക്കോവൽ ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനാചരണം നടന്നു. മൂശാരിക്കോവൽ ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ KP ശശി, KV സതീഷ് കുമാർ, AV തമ്പാൻ, VV ബിജു, TV നിധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. P വിനോദ്, TV ശശി, അഭിലാഷ് P, പ്രഭാകരൻ P, TV ഗോപി, രാജീവൻ P തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഫിഫ ലോകകപ്പിന്റെ ആവേശം വരകളിലൂടെ സൃഷ്ടിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ രൂപം കൊടുത്ത പിക്സൽ ആർട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാൽപന്തുകളിയുടെ വിസ്മയ മുഹൂർത്തങ്ങളും ചരിത്ര സംഭവങ്ങളും വിദ്യാർത്ഥികൾ ക്യാൻവാസിൽ വരച്ച് ചിത്രപ്രദർശനമൊരുക്കിയത്. ഫുട്ബോൾ ഗ്രാമമായ പടന്നയിലെ MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് കാൽപന്ത് കളിയാണ് ലഹരി എന്ന ശീർഷകത്തിൽ ലോകപ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളുടെ അപൂർവ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന 200-ൽ പരം വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം വാരിവിതറുന്ന ഫിഫ ഫുട്ബോൾ മാമാങ്കം കലാശപ്പോരിലേക്ക് കടക്കുന്ന വേളയിൽ സ്കൂളിലെ 8ാം തരത്തിലെയും VHSയിലെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും 55-ൽ പരം വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഓഡിറ്റോറിയത്തിൽ പ്രദർശനം ഒരുക്കി. 3 ദിവസങ്ങളിൽ സ്കൂളിൽ നടത്തിയ ചിത്രരചനാ ശില്പശാലയ്ക്ക് ശേഷമാണ് കുട്ടികൾ ചിത്രങ്ങൾ വരച്ചത്. 35 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണ് രചനകളിൽ പങ്കെടുത്തത്. സ്കൂളിലെ അധ്യാപകൻ V യദുനാഥിന്റെ പിന്തുണയോടെയാണ് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ ജലച്ചായത്തിലും ചാർക്കോൾ, അക്രലിക്, സ്റ്റെയ്നർ, സ്കെച്ച് എന്നിവ ഉപയോഗിച്ചും പെൻസിലിലുമാണ് വരച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോളിയുടെയും ചിത്രപ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുൻ കേരള സന്തോഷ് ട്രോഫി താരം TV ബിജുകുമാർ നിർവഹിച്ചു. എല്ലാവരും ഫ്ലക്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് വേൾഡ് കപ്പിന് പ്രചരണാർത്ഥം ചിത്രരചന കൂടി സാധാരണ പോലെ ഇങ്ങനെ വരച്ച ചിത്രമല്ല, ശരിക്കും അത്ഭുതപ്പെടുന്ന ചിത്രത്തെ തന്നെയാണ്. ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇതിന് മുൻകൈയെടുത്ത യദു മാഷ്, സഞ്ജയ് മാഷ്, രാഹുൽ മാഷ്, മുസ്തഫ മാഷ്, എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ. PTA പ്രസിഡന്റ് TK മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ MC ഷിഹാബ്, ചിത്രകലാ അധ്യാപകൻ V യദുനാഥ്, സ്കൂൾ പ്രധാനാധ്യാപിക VK ശശികല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ജോബി എബ്രഹാം, EP പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. മോഹനൻ കക്കോപ്രവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ആണ്ടാങ്കോവലിൽ രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മോഹനൻ കക്കോപ്രവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കെ വിജയൻ, വി ടി ശിവജി, കെ പി ശശി, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കെ വി സതീഷ് കുമാർ, വി വിജയകുമാരി, സുരേഷ് ബാബു മാസ്റ്റർ, ടി പ്രഭാകരൻ, ഇടമന വിജയൻ, സുജിത സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച നടക്കും. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച നടക്കും. വൈകുന്നേരം 3:30 സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ ടി.ഐ. മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ സ്വാഗതം പറയും. മുൻ എം.എൽ.എ. സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി സുധാകരൻ, കെ വി ജ്യോതി, ഇ ഭാസ്കരൻ, കെ ജയരാജ്, വി ബാലൻ, വി കെ പി ഇസ്മായിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, പി ജയൻ, സുജേഷ് ഓട്ടി, ഹരിഹർ കുമാർ കെ, ഇക്ബാൽ പോപ്പുലർ, വി പി പ്രഭാകരൻ, ടി ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. തുടർന്ന് ചെണ്ട വയലിൻ ഫ്യൂഷനും അരങ്ങേറും. പി സന്തോഷ്, എ വി കുഞ്ഞിക്കണ്ണൻ, കെ വി സുധാകരൻ, കെ സതീശൻ, രാമേന്ദ്രൻ പി വി, ടി ശ്രീജിത്ത്, ടി ടി മധു, ടി വി രാജവല്ലി, വി സത്യൻ, ടി പത്മനാഭൻ, എം ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് റവന്യൂ ജില്ലാ സുബ്രതോ കപ്പ് സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ജേതാക്കളായി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ശനിയാഴ്ച വൈകുന്നേരം നടന്ന ഫൈനൽ മത്സരത്തിൽ ചെറുവത്തൂർ ഉപജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ ടൈ ബ്രേക്കറിലാണ് പരാജയപ്പെടുത്തിയത്. 5-നെതിരെ 6 ഗോളുകൾക്കാണ് ചെമ്മനാട് സ്കൂളിന്റെ വിജയം. സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം മനു സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ടി ആർ പ്രീതിമോൾ അധ്യക്ഷത വഹിച്ചു. മുൻ കേരള സന്തോഷ് ട്രോഫി താരം കെ പി രാഹുൽ, എൻ എം ഷുക്കൂർ, കെ കെ സതീഷ്, കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെറുവത്തൂർ ഉപജില്ലയെ പ്രതിനിധീകരിച്ച പടന്ന കടപ്പുറം GFHSS ടീം ജേതാക്കളായി. ഹൊസ്ദുർഗ് ഉപജില്ലയിലെ കക്കാട്ടി GHSSനാണ് 2ാം സ്ഥാനം. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചട്ടഞ്ചാൽ CHSS ടീം ജേതാക്കളായി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനാണ് 2ാം സ്ഥാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ അടുത്തില ശാസ്ത്ര ഷെൽട്ടർ ഹോമിൽ യൂത്ത് കോൺഗ്രസ് സ്നേഹം സംഗമം നടത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹം സംഗമം മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ അടുത്തില ശാസ്ത്ര ഷെൽട്ടർ ഹോമിൽ യൂത്ത് കോൺഗ്രസ് സ്നേഹസംഗമം നടത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹസംഗമം മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, മാധ്യമപ്രവർത്തകൻ സതീഷ് വെങ്ങര, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിജേഷ് മാട്ടൂൽ, ജിജേഷ് ചൂട്ടാട്, ശ്രീരാഗ് ബാബു, ശാസ്ത്ര സെക്രട്ടറി ബി ദാമോദരൻ, സൂപ്രണ്ട് എൻ സുജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ആവേശത്തിരയിളക്കി മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിൽ ഫുട്ബോൾ മത്സരം നടത്തി. സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി PP അബ്ദുൽ ഗഫൂർ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. ലോകകപ്പിന്റെ ആവേശം ആവാഹിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരം നടന്നപ്പോൾ സൂപ്പർ സ്ക്വാഡും സോക്കർ ഗേൾസും സൺറൈസും നോർത്തേൺ ചാർജസും കപ്പുകൾ കരസ്ഥമാക്കി. സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥി മുഹമ്മദ് ഫാസിന്റെ കരവിരുതിൽ നിർമ്മിച്ച വേൾഡ് കപ്പ് മാതൃകയാണ് വിജയികൾക്ക് സമ്മാനിച്ചത്.
സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി PP അബ്ദുൽ ഗഫൂർ സമ്മാന വിതരണം നടത്തി. സീനിയർ അസിസ്റ്റന്റ് VP മറിയം BV അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി CK ശ്രീജിത്ത്, പ്രധാന അധ്യാപിക K ദീപ, ഫായിസ A ശരൺജിത്ത്, KV അർജുൻ, VV പ്രണവ്, ആനന്ദ് സോമൻ, K മാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് രജിസ്ട്രേഷൻ 2026 ജൂലൈ 20 വരെ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലുള്ളവർക്ക് ഫീസ് സൗജന്യം. വിശദ വിവരങ്ങൾക്ക് 9446 674 860 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടുകൂടി നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.